أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله مولانا العلي العظيم. ബഹുമാനാദരവുള്ള അധ്യക്ഷൻ, സമാദരണീയനായ തങ്ങളവർകളെ, ആദരണീയനായ പാലോളി, ബഹുമാന്യനായ സജീഫ് ഫൈസി, അഷ്റഫ് ബാഖവി, ബഹുമാന്യനായ എന്റെ സഹപ്രവർത്തകൻ ടി.വി. അഹമ്മദ് ആരിമി, ആദരവുള്ള കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിലുള്ള ഈ ഒത്തുചേരൽ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദി ഉസ്താദുമാർ, മരണപ്പെട്ടു പോയ സകലമാന പേരുടെയും ഖബറും അള്ളാഹു സ്വർഗത്തിന്റെ തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ഇരുവീട്ടിലും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഇസ്ലാമിക് സെന്റർ മക്ക ഘടകം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആധികാരിക പണ്ഡിത സഭയുടെ പ്രവർത്തന രംഗത്ത് കരുത്തും പിന്തുണയും നൽകുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന പ്രവാസ സഹോദരങ്ങളുടെ സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മക്ക ഇസ്ലാമിക് സെന്റർ. അൽഹംദുലില്ലാഹ്. വളരെയേറെ നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ, കാരുണ്യപരമായ, സംഘടനാപരമായ, പ്രാസ്താവികമായ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പരിമിതമായ സമയ കാലഘട്ടം കൊണ്ട് നിർവഹിക്കാൻ സാധിച്ച സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മക്ക ഇസ്ലാമിക് സെന്റർ. ഈ ഇസ്ലാമിക് സെന്ററിന്റെ വേദിയിൽ പലപ്പോഴായി സംബന്ധിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അൽഹംദുലില്ലാഹ് വളരെ അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി തന്നെ ഇസ്ലാമിക് സെന്ററിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നാടും വീടും വിട്ട്, കുടുംബത്തെ വിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന നമുക്ക് ഇതേപോലെ ഒത്തുചേരാനും പ്രാസ്താവികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള ഏറ്റവും വലിയ വേദി എന്ന നിലക്കാണ് ഇസ്ലാമിക് സെന്റർ എന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ രൂപം കൊടുത്തത്. കേരളത്തിലെ സംസ്ഥാന ജമിയത്തുൽ ഉലമാ നിർവഹിച്ച ചരിത്രപരമായ ദൗത്യം, അതിന്റെ പിന്മുറക്കാരായി, അതിന്റെ ഭാഗഭാക്കായിക്കൊണ്ട് തന്നെയാണ് പ്രവാസ ലോകത്തും നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് കരുത്ത് പകരുന്നതിൽ, അത് സാമ്പത്തികമായ കാര്യം ഉൾപ്പെടെ, ഇവിടെ നിർവഹിക്കപ്പെട്ട പത്രത്തിന്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായ പിന്തുണയാണ് ഗൾഫ് സഹോദരങ്ങൾ ലഭിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിഷമകരമായ ഒരു സാഹചര്യം പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് നമ്മയൊക്കെ ആശങ്കപ്പെടുത്തുകയാണ്. നാട്ടിലെ ദീനീപരമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതിലെ, പ്രത്യേകിച്ചുകൊണ്ട് പള്ളി മദ്രസ പോലെയുള്ള ദീനീ സംരംഭങ്ങൾ വിജയിക്കുന്നതിൽ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ സാന്നിധ്യമാണ് എന്നത് നിഷേധിക്കാൻ കഴിയില്ല. അതിനുപോലും ബാധിക്കുന്ന വിധത്തിലേക്ക് ചില നിയമപരമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വാള് തൂങ്ങിക്കിടക്കുന്നു. ഏതൊരു നിമിഷവും, ഏതൊരു സെക്കൻഡും ആ നിയമത്തിന് മുമ്പിൽ പിടിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് നമ്മളൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് റൂമുകളിലെ സഗൗരവ ചർച്ചകളിൽ ആശങ്കാപരമായി തന്നെ നമ്മളെയൊക്കെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നീത്താക്കാത്തിന്റെ പ്രശ്നവും അനുബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെക്കിങ്ങുകളും ഉൾപ്പെടെയുള്ള പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കും. കേരളത്തിലെ മലയാളത്തിന്റെ കുടുംബം, നമ്മുടെ അടുപ്പുകളിൽ തീ പുകയുന്നത്, നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ അന്നം കഴിക്കുന്നത്, അതോടൊപ്പം സർവോപരി നമ്മുടെ ദീനീ സംരംഭങ്ങൾ നടക്കുന്നത് ഈ പ്രവാസത്തിൽ നിന്നുകൊണ്ട് വളരെയേറെ ആശങ്ക അത് സംബന്ധമായി നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുമ്പത്തെ ആ സാഹചര്യം നമുക്ക് നമ്മുടെ നാടിന് അഭിമാനമുണ്ടാക്കി തന്ന, ഈ നാട് നമ്മളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ആ പഴയ ആ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെയും സമുദായത്തെയും
സംരക്ഷിക്കാനുള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ വാസ്താനിക രംഗത്ത് ഏറെ സേവനം ചെയ്യാനുള്ള സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഒന്ന്, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം അടുത്ത ഏപ്രിൽ മാസത്തിൽ അങ്ങ് വടക്കൻ കേരളത്തിൽ വെച്ചുകൊണ്ട്, കാസർഗോഡ് വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നടക്കാൻ പോകുന്നു. നമുക്ക് മനസ്സിലാക്കിയ പോലെ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. 10,000 പങ്കെടുത്ത പ്രൗഢമായ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനം നടത്തേണ്ട ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശ പ്രബോധന പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കേണ്ട ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് എല്ലാ തലത്തിലെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാമൊക്കെ മനസ്സിലാക്കിയ പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നടക്കുകയുണ്ടായി. മുമ്പ് കാലങ്ങളിലൊക്കെ മുജാഹിദിന്റെ സമ്മേളനം എന്ന് പറയുമ്പോൾ അത് 10,000 ഒരുമിച്ച് കൂടിക്കൊണ്ട് നടക്കുന്ന വലിയ പ്രൗഢമായ സമ്മേളനങ്ങളായിരുന്നുവെങ്കിൽ ദിവസങ്ങളോളം പത്രങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കാലികമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി തന്നെ ഔപചാരിക പ്രഖ്യാപനം വരെ നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്ന സമ്മേളനങ്ങൾ ഇക്കഴിഞ്ഞ സമ്മേളനം എന്ന് പറയുന്നത് എങ്ങും എത്താത്ത വിധത്തിൽ പരസ്പരം തല്ലിപ്പിരിയുന്ന സാഹചര്യത്തിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ എത്തിച്ചത് എന്നത് നാം ഒക്കെ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പൈതൃകം അത് ഇന്ന് നിലനിൽക്കുന്നത് സമസ്ത ജമിയത്തുൽ ഉലമയിൽ മാത്രമാണ്. അവരെന്ത് പറഞ്ഞാലും എന്ത് പ്രമേയം എടുത്ത് ചർച്ച ചെയ്താലും സത്യത്തിൽ അവരുടെ പ്രമേയം, സമ്മേളനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്നതായിരുന്നു. നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവർ ലക്ഷ്യം വെച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇന്ന് കാണുന്ന സകലമാന പുരോഗതിയും ഉണ്ടായത് കേവലം ഒരു നൂറ്റാണ്ട് കൊണ്ട് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ആ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവർ തെരഞ്ഞെടുത്ത പ്രമേയത്തിലൂടെ അവർ ഉദ്ദേശിച്ചത്. സത്യത്തിൽ ചരിത്രപരമായ പമ്പരമായ ഒരു വിഡ്ഢിത്തമാണ്, ചരിത്രപരമായ ഏറ്റവും വലിയൊരു വങ്കത്വമാണ്. കേരള മുസ്ലിങ്ങൾ ഇന്ന് നമുക്കറിയാം, നാമൊക്കെ മനസ്സിലാക്കിയ പോലെ തന്നെ ഇന്ന് ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ ഉയരാൻ സാധ്യമായ ഒരു ഇസ്ലാമിക സമൂഹമാണ്. നമ്മുടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത വിധത്തിൽ സംഘടിതമായ വിധത്തിൽ ഇസ്ലാമിക ബോധം പകർന്നു നൽകിക്കൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ഇസ്ലാമിക സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന, ഷിയാറുകൾ നിലനിൽക്കുന്ന, ഇത്രമേൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം ലോകത്ത് വേറെ കാണാൻ കഴിയില്ല എന്ന് കട്ടായമായി നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ സ്ഥിതി നമുക്കറിയാം. ആ ഓരോ സംസ്ഥാനങ്ങളെയും നമ്മളിത് തട്ടിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ടെല്ലാം ഭിന്നമായ വിധത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന് അതിന്റെ ഷിയാറുകൾ നിലനിർത്താനും സ്ഥാപനങ്ങൾ നിലനിർത്താനും സാധ്യമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ആ ഒരു അനുകൂലമായ സാഹചര്യം കേരളീയ ഇസ്ലാമിക സമാജത്തിൽ ഉണ്ടാക്കിക്കൊടുത്ത സംസ്ഥാന ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആദർശമാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം കേവലം 85 വയസ്സിന്റെ പ്രായം മാത്രമേ ഉള്ളൂ. സാങ്കേതികമായി പറയുമ്പോൾ സത്യത്തിൽ സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ പ്രായം എന്ന് പറയുന്നത് 85 വയസ്സല്ല, ഒരു ആദർശത്തിന്റെ പ്രായമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്, ഒരു ആശയത്തിന്റെ പ്രായം. ആ ആശയത്തിന്റെ പ്രായം എത്രയെന്ന് ചോദിച്ചാൽ 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് സംസ്ഥാന ജമിയത്തുൽ ഉലമക്ക് അവകാശപ്പെടാനുള്ളത്. മറ്റു പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവലം 3/4 നൂറ്റാണ്ടിനപ്പുറം അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവരവരുടെ സമ്മേളനത്തിന്റെ പ്രമേയമായിക്കൊണ്ട് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞത്. അത് സത്യത്തിൽ അതൊരു വാസ്തവപരമായ കാര്യമാണ്. അതായത് ഈ പുരോഗതി ഉണ്ടാക്കിയത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ആ അവകാശപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് കേവലം 3/4 നൂറ്റാണ്ടായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നവോത്ഥാനത്തിന് ഒരു നൂറ്റാണ്ടിന്റെ പടക്കമെന്ന് അവർ പേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്നത് ഈ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിയുടെ പാരമ്പര്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് 15 നൂറ്റാണ്ടിന്റെ ചരിത്രമാണ്. 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനത്തിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പൊ ആ പാരമ്പര്യമാണ് നമ്മളവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 15 നൂറ്റാണ്ടിന്റെ ആ പാരമ്പര്യം സംസ്ഥാന ജമിയത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആ പാരമ്പര്യം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വലിയ സമ്മേളനമാണ് ഇൻഷാ അല്ലാഹ് കാസർഗോഡ് വെച്ചുകൊണ്ട് നടക്കാൻ പോകുന്നത്. ഇവിടെ മറ്റു പ്രസ്ഥാനങ്ങളെ എല്ലാ നിലക്കും തകർന്നു തരിപ്പണമായ ഒരു സാഹചര്യമാണ്.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം പ്രത്യേകിച്ചുകൊണ്ട് നമുക്കിവിടെ ഹാജിമാർക്ക് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചുരുക്കേണ്ടതായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ പാരമ്പര്യം ഇന്ന് സംസ്ഥാന ജമിയത്തുൽ ഉലമയിൽ മാത്രമാണ്. മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ ആൾ കേവലം 3/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമ്മേളനത്തിന് പ്രമേയമായി പൈതൃകത്തിന്റെ 15 നൂറ്റാണ്ട് എന്ന് നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം നടക്കാൻ പോകുന്ന ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ച് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഞാൻ സൂചിപ്പിച്ചു വന്നു, ഒന്ന് മുജാഹിദ് പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. 2 മറ്റൊരു കൂട്ടരുണ്ട് നമ്മളിൽ നിന്നുകൊണ്ട് പുറത്താക്കപ്പെട്ടവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബിസിനസ്സാണ് അവരുടെ മുഖ്യ ലക്ഷ്യമായി മാറിയത്. അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് കോടികൾ എങ്ങനെ ഉണ്ടാക്കാം, ഏക്കറുകൾ എങ്ങനെ ഉണ്ടാക്കാം, ഹെക്ടറുകൾ എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ എന്തുമാത്രം സമ്പത്തുണ്ടാക്കാം എന്നതിനെ കുറിച്ചുകൊണ്ട് ഗവേഷണവും അന്വേഷണവും പഠനവും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സിറ്റികൾ, സ്വപ്ന സിറ്റികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം. ഈ പറഞ്ഞ 2 പ്രസ്ഥാനങ്ങളും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. എല്ലാ അർത്ഥത്തിലും മുജാഹിദ് പ്രസ്ഥാനം 6, 7, 8 കഷ്ണങ്ങളായി മാറിക്കഴിഞ്ഞു. ഈ പറഞ്ഞ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാകട്ടെ അത് ബിസിനസ് ലോബിയായി പരിമിതപ്പെട്ട് കഴിഞ്ഞു. ബിസിനസ് ആയവരുടെ മുഖ്യ അജണ്ട ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം കളം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യം, വളരെ അനുകൂലമായ ഈ സാഹചര്യം, ഇത് പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം അത് സംബന്ധമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതോടൊപ്പം സത്യധാരയ്ക്ക് പരമാവധി വരിക്കാരെ നമുക്ക് ഇവിടെ നിന്ന് ചേർക്കണം. ചുരുങ്ങിയത് ഒരു കോട്ട നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഇവിടെ ആവശ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 500 കോപ്പിയെങ്കിലും നമുക്ക് ഇവിടെ നിന്നുകൂടെ സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിനിമം മക്കത്ത് അല്ലെ, ഒരു 500 കോപ്പി അത് മതിയാവില്ല. പടച്ചറബി എന്തോ അല്ലേ, ഒരു 500 കോപ്പി ഒരു 500 കോപ്പി പോലെ തങ്ങളെ 500 കുറയാത്തൊരു കോപ്പി നമ്മളങ്ങനെ പറയാം അല്ലെ. ഒരു 500 കുറയാത്തൊരു കോപ്പിയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അത് അൽഹംദുലില്ലാഹ് കഴിയും, യാതൊരു പ്രശ്നമില്ല. ഇവിടെ നല്ല സംഘടനാ സെറ്റപ്പ് ഉള്ള, എനിക്ക് നന്നായി അറിയുന്നു, നമ്മുടെ സൗദിയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംഘടനാ സെറ്റപ്പ് ഉള്ള ഒരു ഘടകമാണ് മക്ക ഇസ്ലാമിക് സെന്റർ. അത് നമുക്ക് കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഒന്നാമതെന്ന് വെച്ചാൽ ഹാജിമാരെ വന്നിട്ടുണ്ട്. അവർ നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ വളരെ വന്നവരായിരുന്നു. ഈ സ്ഥലം നമുക്ക് സൗകര്യത്തിന് അഭിമന്യനായ അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലിയും ഒക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തു തീരട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങളിൽ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. മുസ്തഫ നബിയുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഹക്ക് കൊണ്ട്, അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങളെയൊക്കെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കച്ചവടങ്ങളിലും ഞങ്ങളെ ജോലികളിലും ഞങ്ങളെ കുടുംബത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഈ സംഘവുമായി കൊണ്ട് സഹായിച്ച എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. ഇതിനു വേണ്ടി സ്ഥലം സൗകര്യം ചെയ്യുന്ന സഹോദരന്റെ കച്ചവടങ്ങളിലും അവരുടെ ജോലികളിലും ഒക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റഹ്മാനെ, വീണ്ടും ഈ സമസ്തക്ക് വേണ്ടി, നിന്റെ പോഷക സംഘടനയ്ക്ക് വേണ്ടി ഖിദ്മ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് സഹകരിച്ചവർ പലരും ഞങ്ങൾ ഇന്ന് വിട്ടുപോയിട്ട് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങൾ പണ്ഡിതന്മാർ, ഞങ്ങൾ ഉമറാക്കന്മാർ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് നേതൃത്വം നയിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളോട് വിട്ടുപിരിഞ്ഞ ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ ഉമറാക്കന്മാർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനെ, ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ولا محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അഡ്മിൻസ് ആരെങ്കിലും മൈക്കിലേക്ക്
അഡ്മിൻസ്. ഓക്കെ, ജാഫർ സാർ മൈക്ക് ലെസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.